കേരള രാഷ്ട്രീയത്തിന്റെ സാത്വിക മുഖം, സാംസ്കാരിക പ്രക്ഷോഭങ്ങളുടെ നായകൻ, പ്രകൃതിക്കും പൈതൃകത്തിനും വേണ്ടി നിലകൊണ്ട പച്ചയായ മനുഷ്യൻ, പദവികൾക്കും മാനങ്ങൾക്കും മാറ്റിയെഴുതാനാകാത്ത ലളിത ജീവിതം. കുമ്മനം രാജശേഖരൻ വീണ്ടും ഒരു ദൗത്യവുമായി ആറന്മുളയുടെ മണ്ണിലേക്ക്. ആറന്മുളയ്ക്ക് വേണ്ടി പോരാടിയ പ്രിയപ്പെട്ട രാജേട്ടനെ ഈ നാടും നാട്ടുകാരും നന്ദിയോടെയാണ് സ്വീകരിക്കുന്നത്. യുവത്വം തിളയ്ക്കുന്ന പ്രായത്തിൽ ഉദ്യോഗ ജീവിതം ഉപേക്ഷിച്ച് രാഷ്ട്രസേവന ലക്ഷ്യത്തിൽ നാടും വീടും ഉപേക്ഷിച്ചിറങ്ങിയ മനുഷ്യൻ. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരക ജീവിതം ഇന്നും തുടരുന്ന കാര്യകർത്താവ്. ഹിന്ദു ഐക്യവേദി, ശബരിമല അയ്യപ്പ സേവാ സമാജം തുടങ്ങിയ ഹൈന്ദവ സംഘടനകൾക്ക് നേതൃപാടവത്തിലൂടെ ദിശാബോധം നൽകിയ നേതാവ്. സാമൂഹിക, സാംസ്കാരിക, പൈതൃക പാരമ്പര്യങ്ങൾ നേരിട്ട പ്രതിസന്ധികൾക്കെതിരെ സമരം നയിച്ച പോരാളി. 2015 സംസ്ഥാന BJPയുടെ അമരത്തേക്ക്. കേരള മണ്ണ് താമര വിരിയാൻ വളക്കൂറുള്ളതാണെന്ന് ആദ്യം തെളിയിച്ചത് കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ്. രാജഗോപാലിലൂടെ നേമം മണ്ഡലം താമരക്കുമ്പിളിലാക്കിയ ചരിത്ര നേട്ടം കുമ്മനത്തിന്റെ കൂടി നേട്ടമായി. രാഷ്ട്രസേവനത്തിന്റെ ഒരു പടി കൂടി കടന്ന മിസോറാം ഗവർണർ പദവിയിലേക്ക് 2018 മെയ് 29. ഗവർണർ പദവി രാജിവെച്ച് താൻ പ്രവർത്തിച്ചു തെളിഞ്ഞ മണ്ണിലേക്ക് വീണ്ടും വന്ന കുമ്മനം രാജശേഖരൻ പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ സാത്വിക മുഖമായി മാറി. പൊതുജന സേവനത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതം വീണ്ടും തന്റെ പ്രിയപ്പെട്ട ആറന്മുളയുടെ മണ്ണിലേക്ക് എത്തുകയാണ്. ഒരു നാൾ ഈ മണ്ണിന്റെ പൈതൃകം തച്ചു തകർക്കാനിറങ്ങിയവരെ തുരത്തിയോടിച്ച കഥയുണ്ട് കുമ്മനത്തിന്റെ ജീവിതത്തിൽ. പൈതൃകമുറങ്ങുന്ന മണ്ണിൽ വിമാനമിറക്കാൻ തീരുമാനിച്ച അഴിമതിയുടെയും ഭരണസ്വാധീനത്തിന്റെയും നീരാളികൾക്ക് മുന്നിൽ ശക്തിയില്ലാത്തവരായി മാറുമായിരുന്ന ഗ്രാമീണർക്ക് കുമ്മനം രാജശേഖരൻ പ്രചോദനവും വഴികാട്ടിയും മുന്നിൽ നിന്ന് നയിച്ചവനുമായി. ജാതി, വർഗ, ലിംഗഭേദമില്ലാതെ ഒരു സംസ്ഥാനം മുഴുവൻ ആ ഭഗീരഥന്റെ പിന്നിൽ അണിനിരന്നു. കേരളം അനുഭവിച്ച ആദ്യത്തെ ജനകീയ പ്രസ്ഥാനമായി കുമ്മനം നയിച്ച ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം മാറി. ആറന്മുളയിൽ ഒരു വ്യക്തി എന്നതിലുപരി ഒരു സാമൂഹിക സ്ഥാപനമായി കുമ്മനം വളരുകയായിരുന്നു. കേരളത്തിലുടനീളമുള്ള എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മതപ്രതിനിധികളും കുമ്മനമെന്ന നേതാവിന് പിന്നിൽ ശക്തമായ പിന്തുണയിൽ അണിനിരന്നു. കുമ്മനത്തിന്റെ നേതൃപാടവത്തിൽ ഭരണകൂട ധാർഷ്ട്യം മുട്ടുകുത്തി. താൻ പോരാടി വിജയിച്ച മണ്ണിലേക്ക് പുതിയ ദൗത്യവുമായി കുമ്മനം രാജശേഖരൻ എന്ന ആറന്മുളയുടെ പ്രിയപ്പെട്ട രാജേട്ടൻ വീണ്ടും എത്തുകയാണ്. തങ്ങളുടെ മണ്ണിനെ കാത്ത നായകനെ ആറന്മുള നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു. പാർത്ഥസാരഥിയുടെ മണ്ണിൽ മത്സരരംഗത്തേക്ക് കുമ്മനവും എത്തുമ്പോൾ മത്സരം കടുക്കുമെന്നുറപ്പാണ്. ജനം, പത്തനംതിട്ട.